സെക്രട്ടേറിയറ്റിൽ ഭരണ വകുപ്പിൻ്റെ കീഴിലൊരു ബിസിനസ് പോളിസി ആൻഡ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് സെൽ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനമെടുത്തു. കാരണം വിവിധ വകുപ്പുകളുടെ തമ്മിലുള്ള ഏകോപനം, ഫയലുകളുടെ പൊസിഷൻ, ഇതെല്ലാം വലിയ അനിശ്ചിതത്വത്തിൽ കിടക്കുകയും ഫയലുകളുടെ മൂവ്മെൻറ്റ്സ് വളരെ സ്ലോവിലായും ചെയ്യുന്നതുകൊണ്ട് പല തീരുമാനങ്ങളും പലപ്പോഴും എടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ മുൻകൂട്ടി വാഗ്ദാനം ചെയ്തിരുന്നത് പോലെയുള്ളൊരു ഡാറ്റ ഡ്രിവൻ ഗവേണൻസിലേക്ക് ഗവൺമെൻറ് ചലിക്കുകയാണ്. വളരെ വേഗത്തിൽ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഓരോ വകുപ്പുകളിലും നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അറിയാനുള്ള സംവിധാനം, അതാത് വകുപ്പുകളിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലുമെല്ലാം ഓരോ ഫയലുകളുടെയും പൊസിഷൻ അറിയാവുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പുതിയ സംവിധാനമാണ്, ഏകോപനമാണ് വിവിധ വർക്ക്. പ്രോജക്റ്റിൻ്റെ കാര്യത്തിലും ഈ ഏകോപനം ഉണ്ടാകും. പ്രോജക്റ്റ് മാപ്പിംഗ് ഉണ്ടാകും. എവിടെയെല്ലാം ഏതെല്ലാം വകുപ്പുകളുടെ കീഴിൽ സംസ്ഥാനത്തുടനീളം നടക്കുന്ന പ്രോജക്റ്റുകളുടെ മാപ്പിംഗ്, എന്തായിരിക്കും പൊസിഷൻ എന്ന് കൃത്യമായി അറിയാനുള്ള ഒരു സംവിധാനം കൂടി ഏർപ്പെടുത്തും. ഞങ്ങളുടെ പ്രാഥമികമായ പരിശോധനയിൽ കോടിക്കണക്കിന് രൂപയാണ് പ്രോജക്റ്റ് നടപ്പാക്കുന്നതിലെ കാലതാമസം മൂലം സംസ്ഥാന ഖജനാവിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 100 കോടി രൂപയുടെ പദ്ധതി 2 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കേണ്ടത് 10 കൊല്ലം കഴിഞ്ഞാലും പൂർത്തിയാകുന്നില്ല. 100 കോടിയുടെ സ്ഥാനത്ത് 1000 കോടി രൂപയാവുകയാണ് 10 കൊല്ലം കഴിയുമ്പോൾ. റേറ്റിൻ്റെ വർധനവ്, കോൺട്രാക്ടറുടെ പ്രശ്നങ്ങൾ. അപ്പോൾ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ കേരളത്തിൽ ഈ ഖജനാവിൽ നിന്നുള്ള ചോർച്ചയ്ക്കുള്ളൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ കൃത്യമായി പ്രോജക്റ്റ് മാപ്പിംഗ് നടത്തി ഒരു പ്രോജക്റ്റ് പ്രോട്ടോക്കോൾ ഉണ്ടാക്കി, ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കി കൃത്യസമയത്ത് ഈ പദ്ധതികൾ തീർക്കാനുള്ള നടപടികൾക്കാണ് ഇതുവഴി നമ്മൾ തുടക്കം കുറിക്കുന്നത്. 2027 പത്മ പുരസ്കാരങ്ങൾക്കായി സംസ്ഥാന സർക്കാരിൻ്റെ നാമനിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. സാധാരണ പേരുകൾ പുറത്ത് പറയാറില്ല, ഞാനും പറയുന്നില്ല. അത് പറഞ്ഞ് അവർക്ക് കിട്ടാതിരിക്കുകയും കിട്ടുകയും ഒക്കെ ചെയ്യുമ്പോഴല്ല സാധാരണ അത് പറയാറില്ല. പക്ഷെ നമ്മൾ തീരുമാനമെടുത്തു പത്മ അവാർഡിന് ആളുകളെ ശുപാർശ ചെയ്യുന്നതിന് വേണ്ടി വിവിധ രംഗങ്ങളിൽ നിന്നുള്ള. പി രാജീവ് എൻ്റെ ബോഡി ലാംഗ്വേജിനെ കുറിച്ചൊരു ആരോപണം ഉന്നയിച്ചത് ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം ഒരു ബുദ്ധിജീവിയാണ്, വലിയ പ്രഭാഷകനാണ്, ചിന്തകനാണ്, എഴുത്തുകാരനാണ്. ഞാൻ അതൊന്നുമല്ല. ഞാനൊരു സാധാരണ നാട്ടിൻപുറത്തുകാരനാണ്. തമാശ കേൾക്കുമ്പോൾ ചിരിക്കുകയും സങ്കടം വരുമ്പോൾ കരയുകയും ദേഷ്യപ്പെടുമ്പോൾ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്നൊരു സാധാരണക്കാരനാണ്. എൻ്റെ ബോഡി ലാംഗ്വേജ് ചിലപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് കാണില്ല, കാരണം അദ്ദേഹത്തിൻ്റെ ശൈലിയല്ല എൻ്റെ ശൈലി. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം, അതായത് ഗവൺമെൻറ് ലീഡർമാരുടെ എണ്ണം കൂട്ടിയെന്നാണ്. 17/7/2017 ഒന്നാം പിണറായി സർക്കാർ 5 സ്പെഷ്യൽ GP-മാരെയും 5 GP-മാരെയും നിയമിച്ചു. അന്ന് AK ബാലനാണ് നിയമമന്ത്രി, കൂടുതലായി നിയമിച്ചു. ഇനി ഈ ആക്ഷേപം ഉന്നയിച്ച ഈ മന്ത്രി നിയമമന്ത്രിയായിട്ടിരിക്കുമ്പോൾ 3 സ്പെഷ്യൽ GP-മാരെയും 3 GP-മാരെയും നിയമിച്ചു. 6 പേരെ. അപ്പോൾ എത്ര പേരായി? 5ഉം 5ഉം 10ഉം 6ഉം 16 പേരെ പിണറായി വിജയൻ്റെ കാലത്ത് നിയമിച്ചിട്ടുണ്ട്. ഈ ആരോപണം ഉന്നയിച്ച ഇതേ നിയമമന്ത്രി നിലവിലുള്ള GP-മാരുടെ എണ്ണം കഴിഞ്ഞ വർഷം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് 1 കൊല്ലം കഴിയുന്നതിന് മുമ്പ് പുതിയ ഗവൺമെൻറ് GP-മാരുടെ എണ്ണം വർദ്ധിപ്പിച്ചതിനെക്കുറിച്ച് പരിഹസിക്കുന്നവരെക്കുറിച്ച് ഞാൻ എന്തു പറയും? എന്താ പറയേണ്ടത്? ഇതിൻ്റെ അകത്തെ പ്രശ്നം, ഞങ്ങൾക്ക് 23 പേരുടെ ഒരു നടപടിക്രമവും ഇല്ലാതെയാണ് ഇവർ ചെയ്തത്. ഞങ്ങളതല്ല, AG-യുടെ ഭാഗത്തു നിന്നും DGP-യുടെ ഭാഗത്തു നിന്നുള്ള പ്രപ്പോസൽ വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് കേസസ് കൂടുകയാണ്. കേരളത്തിലെ ഹൈക്കോടതിയിലെ പെറ്റീഷൻസ് 37,000 പെറ്റീഷൻസാണ് അവിടെ എണ്ണം വർദ്ധിച്ച് മറ്റ് ഹൈക്കോടതികളിലേക്കാൾ എണ്ണം കൂടുകയാണ്. കോടതി മുറികളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ പറ്റാതായപ്പോഴാണ് 23 പേരുടെ എണ്ണം കൂട്ടണം എന്ന് പറഞ്ഞൊരു പ്രപ്പോസൽ വന്നു. നമ്മളത് 23 സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങൾ കാരണം അത് 12 പേരാക്കി ചുരുക്കിയിട്ടാണ് നമ്മൾ അത് കൊടുത്തത്. ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് നേരത്തെ ചെയ്ത ആളുകൾ ഇപ്പോൾ വന്ന് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ വിമർശിക്കുന്നത്, ഇവരുടെയൊക്കെ വിമർശനത്തിൻ്റെ അടിത്തറ എന്താണ്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് കൊടുക്കാനുള്ള അധികാരമുണ്ട്. അത് നേരത്തെ നിലവിലുള്ള ഒരു ഫോമിൽ വില്ലേജ് ഓഫീസർ സൈൻ ചെയ്ത്
ചികിത്സിക്കുന്ന ഡോക്ടർ സൈൻ ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് വന്നാൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. മറ്റത് ചിലത് എല്ലാം ഓൺലൈനിലായിരുന്നു. ചില കേസ് അർജൻറ്റായിട്ട് ചെയ്യേണ്ടി വരും. ഓൺലൈനിൽ ഒരു അപേക്ഷ കൊടുത്താൽ ചിലപ്പോൾ 1 കൊല്ലമൊക്കെ പിടിക്കും കിട്ടാൻ വേണ്ടിയിട്ട്. ചില കേസ് അർജൻറ്റായിട്ടുള്ള സർജറി നടത്തേണ്ട കേസ്, ട്രാൻസ്പ്ലാന്റ് നടത്തേണ്ട കേസ്, അങ്ങനെയാണ്. പേപ്പറിൽ മറ്റേ പണ്ട് ഏതോ സർക്കാരിലൊരു മന്ത്രി മറ്റേ സിഗരറ്റിൻ്റെ കൂടിൽ എഴുതി കൊടുത്ത പോലെ ഒന്നും ഞാൻ ചെയ്യില്ല. SIT റിപ്പോർട്ടിനെ സംബന്ധിച്ച ഈ കാര്യം ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ എത്തിയിട്ടില്ലല്ലോ. DGPയുടെ മുമ്പിലല്ലേ എത്തിയിട്ടില്ല. DGPയുടെ മുമ്പിലിരിക്കുന്ന ഒരു കാര്യത്തിന് ആഭ്യന്തരമന്ത്രി എങ്ങനെ തീരുമാനം എടുക്കണത്, മുഖ്യമന്ത്രി എങ്ങനെ തീരുമാനം എടുക്കണത്? അവിടുന്ന് റിപ്പോർട്ട് വരണം. നിങ്ങൾക്ക് പല ആളുകൾക്ക് പല ധൃതി ഉണ്ടാവും, പല കാരണങ്ങളുടെ പുറത്ത്. ഞങ്ങളുടെ മുമ്പിൽ SIT രൂപീകരിച്ച് SIT അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഹോം മിനിസ്റ്റർക്ക് മുഖ്യമന്ത്രിക്കല്ല, അവർ DGPക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. DGP അത് പരിശോധിച്ച് അതിൻ്റെ പരിശോധന നടത്തി വേണ്ട കാര്യങ്ങൾ ആഭ്യന്തരമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും അറിയിക്കും. അപ്പോൾ നമ്മൾ നടപടിയെടുക്കും. ഇതൊക്കെ ഓരോ വാർത്തകളാണ്, ഓരോ ദിവസത്തെ രാവിലത്തെ ഉണ്ടാക്കുന്ന ഓരോ വാർത്തകളാണ്. എന്ത് പ്രസക്തിയാണ് ആ വാർത്തയ്ക്കുള്ളത്? അത് നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിക്കുമല്ലേ. നിങ്ങൾ തന്നെ നിങ്ങളുടെ ലീഡായിട്ട് നിങ്ങൾ എഴുതുന്ന സാധനത്തിന് ഞാനെന്തിനാ മറുപടി പറയണേ? ഞങ്ങൾക്കൊരു പ്രൊസീജിയർ ഉണ്ട്. SIT അന്വേഷിക്കുന്ന കാര്യത്തിൽ SITയിലെ ഉദ്യോഗസ്ഥനെ ആഭ്യന്തരമന്ത്രിക്ക് വിളിച്ചു വരുത്തിയിട്ട് ആ റിപ്പോർട്ടും കൊടുത്താൽ എനിക്ക് ഇപ്പം തന്നെ നടപടി എടുക്കണം, കാരണം ഏഷ്യാനെറ്റിൽ വാർത്ത വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുമോ? നടപടി എടുക്കാൻ പറ്റുമോ? അതിൽ കോടതി പോവും. അങ്ങനെ ഒരാൾക്കെതിരെ നടപടി എടുത്താൽ ആൾ കോടതി പോവും. ഞാൻ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞത് അജിത ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അതിൽ ഞാൻ പറയും എല്ലാവരും വാർത്താ മാധ്യമങ്ങളിലെ വാർത്ത കണ്ടിട്ട് SIT ഉദ്യോഗസ്ഥനോട് വിളിച്ച് ആഭ്യന്തരമന്ത്രിക്ക് റിപ്പോർട്ട് ചോദിക്കാൻ പറ്റുമോ? ദർ ഈസ് എ പ്രൊസീജിയർ. ആ പ്രൊസീജിയർ ഫോളോ ചെയ്യാതെ നടപടി എടുക്കാതിരിക്കുകയോ രണ്ട് ചെയ്താലും ഇപ്പോഴുള്ള കാലത്ത് ആളുകൾ കോടതി പോകുമ്പോൾ നിങ്ങൾ വിമർശിക്കും. നടപടിക്രമം പൂർത്തിയാക്കാതെ നടപടിയെടുത്തു, ആൾ കോടതിയിൽ പോയി സ്റ്റേ ചെയ്തെന്ന് ഇതേ റിപ്പോർട്ട് ചെയ്ത ആളുകൾ വേറെ വാർത്ത കൊടുക്കും. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അലംഭാവം, സർക്കാർ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല, നടപടിക്രമങ്ങൾ പാലിക്കാതെ നടപടിയെടുത്തു, അപ്പോഴും ഒരു വാർത്ത കൊടുക്കാം. ഇതൊക്കെ വാർത്തയ്ക്ക് വേണ്ടിയുള്ള വാർത്തകളാണ്. ഗവൺമെൻറ്റിനെ ഉണ്ടല്ലേ, ഞാൻ ഒരു കാര്യത്തിനും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അങ്ങ് എപ്പോഴും കയറി ഇങ്ങനെ ബളം ഉണ്ടാക്കല്ലേ, ദേശാഭിമാനിയാണെന്ന് ഓർത്ത്. ഞാൻ പറഞ്ഞത് ഒരു പ്രൊസീജിയർ ഉണ്ട്, ഒരു പ്രൊസീജിയർ ഫോർമാലിറ്റി ഉണ്ട് ഇല്ലേ ഏത് സർക്കാരിനും. ആ പ്രൊസീജിയർ ഫോർമാലിറ്റി പൂർത്തിയാക്കാതെ നമുക്കൊരു നടപടി എടുക്കാൻ പറ്റില്ല. അത് നിങ്ങളിത് അറിയാത്ത റിപ്പോർട്ടർമാരാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളിത് കണ്ട് ഞാൻ പറഞ്ഞല്ല, എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര വിഷമം തോന്നി. ഇപ്പം ഞാൻ ആസ്വദിക്കുകയാണ് ഈ വാർത്തകൾ കണ്ടിട്ട്. ഇതുപോലത്തെ വാർത്തകൾ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പറ. ഞാനിപ്പോൾ അങ്ങോട്ടും ചോദ്യം ചോദിക്കാൻ പോവാം. ചെയ്യാൻ പറ്റുമോ? നടപടി എടുക്കാൻ പറ്റുമോ? ആ SIT അല്ലല്ലോ ഇത്, അത് ഹൈക്കോടതി വെച്ച SIT അല്ല. അത് ഇതും തമ്മിൽ വല്ല ബന്ധമുണ്ടോ ഈ ചോദ്യത്തിന്? അത് ഹൈക്കോടതി വെച്ച SITയാണ്. ഇത് ഗവൺമെൻറ് ക്യാബിനറ്റ് യോഗം ചേർന്ന് തീരുമാനിച്ച് നടപടിയെടുത്ത് അവിടെ വച്ചിരിക്കുന്നതാണ്. അതിൻ്റെ റിപ്പോർട്ട് കിട്ടട്ടെ. അങ്ങ് പറഞ്ഞ ചോദ്യവും ഈ സംഭവമായിട്ട് വല്ല ബന്ധമുണ്ടോ? അല്ല, അങ്ങ് പറഞ്ഞ കാര്യവും ഈ സംഭവമായിട്ട് പ്ലീസ് ഞാൻ പറയട്ടെ, വല്ല ബന്ധമുണ്ടോ? ദേശാഭിമാനിയിൽ വന്ന വാർത്ത എന്താ? MSc വരുന്നു വിദേശ നിക്ഷേപവുമായി. LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണം. എന്നിട്ട് പ്ലീസ് ഞാൻ ആൻസർ ചെയ്യുമ്പോൾ അങ്ങ് ഇടപെടാൻ പാടില്ല. പ്ലീസ് 3 ചോദ്യം ഒരേ ചോദ്യം ചോദിച്ചിട്ട് വീണ്ടും ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടാൻ പാടില്ല. പ്ലീസ് ഒരു മര്യാദ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകനാണെങ്കിലും കാണിക്കണം. സംസാരിക്കുന്നതിനിടയിൽ ഇടപെടാൻ പാടില്ല. മറുപടി കേൾക്ക്. എന്നിട്ട് 13,000 കോടി രൂപ വരുന്നു. ഈ MScയുടെ നിക്ഷേപം പിണറായി സർക്കാരിൻ്റെ ദീർഘവീക്ഷണം എന്ന് വാർത്ത കൊടുത്തിട്ട് അതേ പിണറായി വിജയൻ വന്ന് ഞാനുമായിട്ട് ഗൂഢാലോചന നടത്തിയിട്ടാണ് MSc വരുന്നതെന്ന് പറഞ്ഞതാണ്. നിങ്ങളാണല്ലോ ഈ വാർത്ത ഉണ്ടാക്കിയത്. അജിത് കുമാറിനെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നും പറഞ്ഞല്ല. നിങ്ങൾ വാർത്ത കൊടുത്തു. നിങ്ങളിപ്പോൾ അത് വഴിയിലായി. ആ ആഭ്യന്തരമന്ത്രി വളരെ ഭംഗിയായിട്ട് അത് വിശദീകരിച്ചു. നടപടിക്രമങ്ങൾ നിങ്ങളല്ല നടപടിയെടുക്കേണ്ടത്, മാധ്യമങ്ങളല്ല നടപടിയെടുക്കേണ്ടത്, ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് ഞങ്ങൾ ചെയ്യുള്ളൂ. മനസ്സിലായില്ലേ? അത് നടപടി എടുക്കുമ്പോൾ നിങ്ങളെ അറിയിക്കും. അത് അപ്പം അറിഞ്ഞാൽ മതി നിങ്ങൾ എന്താ ചെയ്യാൻ പോണേന്ന്. വേറൊരു പഴയ മന്ത്രി പറയുന്നത് കേട്ടു, ഞാൻ കയറി ഇറങ്ങിയാണ് BJP നേതാക്കൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ. ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾ എന്നെ കാണണം എന്നാവശ്യപ്പെട്ടു. ഞാൻ അവർക്ക് സമയം കൊടുത്തു. അവർ വന്ന് കാണാൻ പറഞ്ഞു. അത് പബ്ലിക് കാണുന്ന സമയത്താണ് അവരെ വന്ന് എന്നെ കണ്ടത്. ഞാൻ അവരെ മുറിയിൽ കയറ്റിയിരുത്തി കണ്ടു. അതിൽ 2 പേര് എനിക്കെതിരായിട്ട് നിരന്തരമായ വ്യാപകമായ പ്രചരണം നടത്തിയിരുന്ന ആളുകളാണ്. ഞാൻ അവരുടെ പേര് കണ്ടപ്പോൾ അവരെ കാണാൻ പറ്റില്ല എന്ന് ഞാൻ പറയാമോ?
അവരെന്നെ കണ്ട് അവർക്കൊരു നിവേദനം നൽകാൻ വന്നതാണ്. നിവേദനം നൽകി. ഇന്നലെ നമുക്ക് ഗവൺമെൻറ്റിനെതിരായി സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന NGO യൂണിയൻ നേതാക്കൾ, ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ നേതാക്കൾ, അധ്യാപക സംഘടന GPMൻ്റെ KSTയുടെ നേതാക്കൾ കാണാൻ വന്നു. ഞാൻ ഇവരെ ഇരുത്തിയ അതേ കസേരയിൽ തന്നെ അവരെയും ഇരുത്തി അവരുമായിട്ട് സംസാരിച്ചു. ഞാൻ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും മാത്രം മുഖ്യമന്ത്രിയാണോ? കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ? എന്നെ കാണാൻ വരുന്നവരോട് ഞാൻ നിങ്ങളെ കാണില്ല എന്ന് പറയാമോ? ഞാൻ അത് ചെയ്താലല്ലേ തെറ്റ്? പിന്നെ പഴയ മന്ത്രിയായിരുന്ന ശ്രീ റിയാസാണ് പറഞ്ഞത് ഇവിടെ കയറി ഇറങ്ങാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനോട് എൻ്റെ മറുപടി, ഞാൻ ഒളിച്ചല്ല കണ്ടത്. പിണറായി വിജയൻ ചെയ്തതുപോലെ RSS നേതാക്കളെ വേറെ കാറിൽ പോയി മസ്കറ്റ് ഹോട്ടലിൽ പത്രക്കാരെയൊക്കെ മാറ്റി നിർത്തി ആരെ അറിയാതെ ഒളിച്ചല്ല കണ്ടത്. അതാണ് റിയാസിനുള്ള മറുപടി. ഒളിച്ചല്ല കണ്ടത്, രഹസ്യമായിട്ടല്ല കണ്ടത്. ഇവിടെ നൂറുകണക്കിന് ജനങ്ങൾ കാണാൻ വേണ്ടി വരുന്ന കൂട്ടത്തിൽ അവർ നേരത്തെ പറഞ്ഞു, അവർ വന്ന നിവേദനം അവർ തന്നു, അവരുമായി സംസാരിച്ചു. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ അവർക്ക് ഒരു അനുമതി നിഷേധിച്ചാലാണ് അത് വാർത്ത, അല്ലേ? അനുമതി നിഷേധിച്ചാലാണ് വാർത്ത. തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹം എന്നെ കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹം എൻ്റെ ആലുവയിലുള്ള വസതിയിൽ ആളുകൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്ന് കണ്ടു, എന്നെ വന്ന് അഭിനന്ദിച്ചിട്ട് അദ്ദേഹം പോയി. അതിനും വന്ന് ആരോപണം. അതിനെന്താ, ഞാൻ തുഷാർ വെള്ളാപ്പള്ളി വരുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളി വരാൻ പാടില്ല എന്ന് പറയാമോ? ഞാൻ പറയാൻ പാടില്ലല്ലോ. ആര് വന്ന് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം എന്നെ വന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നാണ്. അദ്ദേഹം MLA കൂടിയല്ലേ. അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിലെ കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടു തന്നു. ഇവരൊക്കെ ആയിട്ട് നമ്മൾ കാണണ്ടേ? ജനപ്രതിനിധികളായിട്ടും രാഷ്ട്രീയ നേതാക്കളായിട്ടും സംഘടനയുടെ ആളുകളായിട്ടും എത്രയോ സാമുദായ സംഘടനകളാണ് വരുന്നത്, എത്രയോ ബിഷപ്പ്മാരാണ് ഇവിടെ വരുന്നത്. സമസ്തയുടെ നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം വന്നു കണ്ടിരുന്നു. അവർക്കൊക്കെ അവരുടേതായ മേഖലകളിലെ പ്രശ്നങ്ങൾ, അവരുടെ സാമൂഹ്യ പ്രശ്നങ്ങൾ, സ്ഥാപനങ്ങളുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മളോട് പറയാനുണ്ടാവും. അതുണ്ടാവും സ്വാഭാവികമായിട്ട്. അതിനെന്താ, അവരുടെ ബന്ധുക്കൾ സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ളവരാണ്. അവരിവിടെ വന്ന് അവരെ പ്രത്യേകമായി താമസിപ്പിച്ചു. ഞാൻ അവരെ പോയി കണ്ട് ആശ്വസിപ്പിച്ചു. അവർ ബോഡി തിരിച്ചു കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ ഭംഗിയായിട്ട് ഏർപ്പെടുത്തി. അവിടുത്തെ റീഹാബിലിറ്റേഷൻ, പുനരധിവാസം ഭംഗിയായിട്ട് ചെയ്തു. അപകട മേഖലയിൽ നിന്ന് ആളുകളെ മുഴുവൻ ഷിഫ്റ്റ് ചെയ്തു. അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള ആളുകളിൽ നിന്ന് കമ്പനിയുമായി, ഈ കൊങ്കൺ റെയിൽവേയുമായും അവരുടെ സബ് കോൺട്രാക്ടറായ ദിലീപ് കോൺ കമ്പനിയുമായും നമ്മുടെ മന്ത്രിമാർ ചർച്ച ചെയ്ത് ഗവൺമെൻറ് കൊടുത്ത നഷ്ടപരിഹാരം കൂടാതെ അതിനേക്കാൾ കൂടിയ നഷ്ടപരിഹാരം കമ്പനിയെ കൊണ്ട് കൊടുപ്പിക്കാൻ ധാരണയാക്കി. അവരുടെ ഇൻഷുറൻസ് അടക്കമുള്ള തുകകൾ അവർക്ക് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. അവരുടെ ബോഡി എംബാം ചെയ്ത് കൊച്ചിയിലെത്തിച്ച് പ്രത്യേക വിമാനത്തിൽ അവരുടെ നാട്ടിൽ എത്തിച്ചു. മുഴുവൻ നടപടിക്രമങ്ങളും വളരെ ഭംഗിയാക്കി ഗവൺമെൻറ് 2 മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് പൂർത്തിയാക്കി. When I am going for Mookambika temple, it is my personal right. I have a constitutional right to believe in the God. How can he say that is soft Hindutva? I have been going to Mookambika for the last 37 years, from 90 onwards. I am a devotee of Kollur Mookambika. I am very happy to say that. For the last 37 years I have been visiting there for darshan. ഇവരെ ഏത് ലോകത്തേക്കാണ് പോകുന്നത്? ക്ഷേത്രങ്ങളിൽ പോകുന്നത്, ആരാധിക്കാൻ പോകുന്ന എല്ലാവരെയും അപമാനിക്കുമല്ലേ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തത്, നിങ്ങളെല്ലാവരും പോകുന്നവരല്ലേ? ഇത് ഇവിടെ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗം ഞായറാഴ്ച പള്ളിയിൽ പോകുന്നവരും ക്ഷേത്രങ്ങളിൽ പോകുന്ന ആളുകളും വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് പോകുന്ന ആളുകളും അല്ലേ? അത് പോകാൻ പാടില്ലേ? അതൊക്കെ ഞാൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഞാൻ ആളുകളെ ഇനിയില്ല, ഞാനൊരിടത്തും പോവില്ല എന്ന് പറയാമോ? ഇവർക്കൊന്നും പറയാനില്ല. സ്വന്തം പാർട്ടിയിലെ സ്ഥിതി അവർക്കറിയാം. നമ്മൾ എംപവേർഡ് കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. നടപടിക്രമം അനുസരിച്ച് ഒരു എംപവേർഡ് കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ ഒരു താല്പര്യവും ഹനിക്കുന്ന ഒരു തീരുമാനവും ഈ ഗവൺമെൻറ് എടുക്കില്ല. സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള തീരുമാനമേ വരുള്ളൂ. ധൃതി പിടിക്കേണ്ട ഒരു ആവശ്യമില്ല ഈ കാര്യത്തിൽ. കാരണം ഇതിനകത്ത് 2 ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന് സെക്യൂരിറ്റി ആസ്പെക്റ്റ് ഉണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അറിയിക്കേണ്ടത്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തീരുമാനം നമുക്ക് എടുത്ത് ചെയ്യാം. ഇനി ഇവർ വലിയ ഡീലാണ് മറ്റാണെന്നൊക്കെ ഇങ്ങനെ പറയുവാനുള്ള നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഒരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ചെയ്താൽ അറിയാമോ? ഇവർ ചെയ്ത പരിപാടി അറിയാമോ? 2019 ഇത് തീർക്കേണ്ടിയിരുന്നത്. കരാർ കൺസെഷൻ എഗ്രിമെൻ്റ് അനുസരിച്ച് തീർന്നില്ലെങ്കിൽ
2024 തീരുള്ളൂ. ഇവർ കൺസെഷൻ എഗ്രിമെൻറ്റിൽ അമെൻമെൻറ്റ് വരുത്തി. ആര്? പിണറായി സർക്കാർ 5 വർഷം കൂടി നീട്ടിക്കൊടുത്തു. 5 വർഷം നീട്ടിക്കൊടുക്കുമ്പോൾ 40 വർഷം ഇത് നടപ്പാക്കാനുള്ള അവകാശം 45 വർഷമാക്കി കൊടുക്കുകയാണ് ചെയ്തത്. 40 എന്നുള്ളത് 45ആയി. ഈ കൺസെഷൻ എഗ്രിമെൻറ്റിൽ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു. ഇവർ വൈകിയാൽ ഒരു ദിവസം ഇവർ 12 ലക്ഷം കൊടുക്കണമെന്ന്. 12 ലക്ഷം 5 കൊല്ലം വൈകിയപ്പോൾ അവർ കൊടുക്കേണ്ട സർക്കാരിന് പെനാൽറ്റി, പീനൽ പ്രൊവിഷനാണ്, കൊടുക്കേണ്ട തുക 219 കോടിയാണ്. ഒറ്റ പൈസ ഇതെല്ലാം ഒഴിവാക്കി കൊടുത്തവർ. 2 ഘട്ടമായി എല്ലാം ഒഴിവാക്കി കൊടുത്തു. അതെന്ത് ഡീലായിരുന്നു? 219 കോടി രൂപ അദാനി പോർട്ട് ഗവൺമെൻറ്റിന് നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ്. പ്രളയം കോവിഡ് എത്ര നാളുണ്ടായിരുന്നു? അല്ല, പ്രളയം കോവിഡ് എത്ര നാളുണ്ടായിരുന്നു? അല്ലല്ല ഞാൻ പറയണേ, അല്ലല്ല ഇവർ ഈ ചോദിച്ചതിന് ഞാൻ മറുപടി പറയട്ടെ. പ്രളയവും കോവിഡും എത്ര നാളുണ്ടായിരുന്നു? 1 മാസം പ്രളയം, വേണമെങ്കിൽ ഒരു 4 മാസം കോവിഡ്, ആയിക്കോട്ടെ 5 മാസമല്ലേ. 5 കൊല്ലത്തേക്കുള്ള ഇളവാണ് കൊടുത്തത്. 5 വർഷത്തേക്ക് ന്യായീകരിക്കല്ലേ. 5 വർഷത്തേക്ക് 219 കോടി രൂപ. അത് കുറച്ചാൽ മതിയായിരുന്നു, 150 കോടിയാക്കിയാൽ മതിയായിരുന്നു. ആ കോവിഡിൻ്റെ കാലവും മറ്റത് ഒഴിവാക്കിയാൽ മതിയായിരുന്നു. അവർക്ക് ഒഴിവാക്കി കൊടുക്കുകയാണ്. എന്നിട്ടൊരു 43 കോടി രൂപ പിന്നെ കൊടുക്കണം, 43 കോടി രൂപ പിന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു. അതും കൊടുത്തില്ല, അതും അവർ തന്നില്ല. അതും ആൾക്ക് വയബിലിറ്റി ഫണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. അല്ല, ആരാണ് ഡീല്? ഇപ്പം ഇവരെ ഡീലിനെ കുറിച്ച് പറയട്ടെ. ഈ ഡീല് നടത്തിയ പരിചയം കൊണ്ടാണോ ബാക്കിയുള്ളവരെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഇവർ വന്നിരിക്കുന്നത്? അല്ല, ഇതിനൊക്കെ മറുപടി പറയണമല്ലോ. എന്തിനാണ് കൺസെഷൻ എഗ്രിമെൻറ്റിൽ ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ, ഒന്നും ചെയ്യാതെ നിങ്ങളെ കൂടി ആഘോഷിക്കല്ലേ? വിഴിഞ്ഞത്ത് അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് ആഘോഷിക്കല്ലായിരുന്നാ? കുറേ ദിവസം ആഘോഷിക്കും. ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ, ഒരു നടപടിയും ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ലല്ലോ. അതല്ല അവിടെ ചോദിച്ചത്. എന്ത് തീരുമാനം എടുക്കും? തീരുമാനം എംപവേർഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരും. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റ്, സ്റ്റേറ്റിന് ഏതാണ് ഇൻട്രസ്റ്റ് അത് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള തീരുമാനം എടുക്കും. എന്താ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇവിടെ കുത്തക വരും. ആരുടെ? MSCയുടെ കുത്തക വരും. അവിടെ കുത്തക വരാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ ആ കൺസെഷൻ എഗ്രിമെൻറ്റിലുണ്ട്. 5(8) ഉണ്ട്. ഇവിടെ കോമൺ യൂസർ ഫെസിലിറ്റി വേണം, മോണോപ്പൊളി പാടില്ല എന്നാണ്. കോമൺ യൂസർ ഫെസിലിറ്റി വേണം. നമ്മുടെ കൺസെഷൻ എഗ്രിമെൻറ്റിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്ലോസ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റേറ്റിൻ്റെ താല്പര്യത്തിന് വിഘാതം എന്തെങ്കിലും ഉണ്ടോ, നമ്മളിതിന് അനുമതി കൊടുത്താൽ ഒന്ന് പരിശോധിച്ച് കൃത്യമായി പരിശോധിച്ചിട്ടേ തീരുമാനം എടുക്കുകയുള്ളൂ. പിന്നെ ഞങ്ങൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ എടുക്കാൻ പോണ തീരുമാനം ഇതായിരിക്കും, ഞങ്ങൾ ഇങ്ങനെയായിരിക്കും എടുക്കാൻ പോകണമെന്നൊക്കെ നിങ്ങൾ ഊഹത്തിൽ വാർത്ത കൊടുത്തു. അതാണ് അജിത് കുമാറിൻ്റെ കേസിൽ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്ത. അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഒരു റൈറ്റ് ഉണ്ട്, മനസ്സിലായ? നിങ്ങൾ റിപ്പോർട്ടർമാരോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ ഇക്കാര്യത്തിൽ എല്ലാ തീരുമാനം ഞങ്ങളല്ലേ തീരുമാനം, ഞങ്ങളെല്ലാം ഞങ്ങൾ എടുക്കുന്ന തീരുമാനം തെറ്റാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, ശരിയാണെങ്കിലും പറയുമല്ലോ നിങ്ങൾ തെറ്റാണെന്ന്. അതൊക്കെ പറഞ്ഞു, അതൊക്കെ നിങ്ങളുടെ അവകാശം. തീരുമാനം ഇതാണ് സർക്കാർ എടുക്കാൻ പോകുന്നത്, ഇങ്ങനെ തീരുമാനം എടുക്കാം സർക്കാർ പോവുകയാണെന്നൊന്നും നിങ്ങൾ പറയല്ലേ. അതിനുള്ള അവകാശമെങ്കിലും ഞങ്ങൾക്ക് ദയവ് ചെയ്ത് ഇല്ല. അതൊക്കെ അവർക്ക് അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ കൃത്യമായ മറുപടി കിട്ടുന്നുണ്ടല്ലോ. വിഴിഞ്ഞത്തെ MDയെ മാറ്റിയത് എന്തിന്? മാറ്റിയതുകൊണ്ടൊരു കുഴപ്പമില്ലെന്ന് ഏറ്റവും സീനിയറായിട്ടുള്ള CPM നേതാക്കന്മാർ പറഞ്ഞില്ലേ? വിഴിഞ്ഞത്തിൽ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്ന് സീനിയർ CPM നേതാക്കന്മാർ തന്നെ പറഞ്ഞില്ലേ? ഇപ്പം എന്താ അവസാനം പഴയ നിയമമന്ത്രി പറഞ്ഞത് ഓഹരി കൈമാറുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന്. പിന്നെന്താ കുഴപ്പം? ഇപ്പം മാറ്റി. പക്ഷെ അതിനൊന്നും നിങ്ങൾ U-turn എന്ന് പറഞ്ഞില്ല. ഒക്കെ സംഘടനാപരമായ തീരുമാനമല്ലേ. ആദ്യം നിങ്ങൾ അവരോട് പറഞ്ഞു പ്രതിപക്ഷ ഉപനേതാവിനെ തീരുമാനിക്കാൻ പറ. അതിൻ്റെ ഞങ്ങൾ KPC പ്രസിഡന്റിനെ തീരുമാനിക്കാം. അതൊന്നും ഞങ്ങൾ നോക്കിയിരിക്കുക ആരാ പ്രതിപക്ഷ ഉപനേതാവ് എന്ന്. അല്ല, അത് ഞങ്ങളുടെ സംഘടനാപരമായ കാര്യമല്ലേ. അതെനിക്ക് കൈരളിയോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങളുടെ സംഘടനാപരമായ കാര്യം ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, KPC പ്രസിഡന്റ് എപ്പോഴാണ് തീരുമാനിക്കുന്നത്, ആരായിരിക്കും KPCC പ്രസിഡന്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ആ ചോദ്യം ശരിയല്ലല്ലോ. ആ ചോദ്യത്തിന് ഒരു ഇംപ്രോപ്പറൈറ്റി ഉണ്ട്. ഞാനതിനെ ആൻസർ ചെയ്യാൻ പറ്റുമോ? എന്നിട്ട് അത് വിവാദമാക്കാനാണ് ഞാൻ എന്തെങ്കിലും ആൻസർ ചെയ്തിട്ട് ഞാനതിലൊന്നും വീഴില്ല. അത്രയും ചോദ്യങ്ങളുണ്ട്.